അതെ, ദാസപ്പാ എന്നെ ശരിക്കൊന്ന് നോക്കിയേ. ഇന്നത്തെ വീഡിയോയ്ക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? പ്രത്യേകത എന്താണെന്ന് നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ ഇന്ന് ചെമ്മീനാണ് കിട്ടിയത്. മാർക്കറ്റിൽ ഞാൻ പോയി, പക്ഷേ മഴയൊക്കെ ആയതുകൊണ്ടാവാം കറികളൊക്കെ കുറവാണ്. അപ്പോൾ ചെമ്മീൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ചെമ്മീൻ കറി വെച്ചാലോ? അപ്പോൾ ഞാനത് ആദ്യം കഴുകിയിട്ടാണ് കേട്ടോ കിള്ളണത്. അപ്പോൾ ഈ ചെമ്മീൻ കണ്ടപ്പോഴേ എനിക്കൊരാഗ്രഹം, ഒരു ചാറ് വെച്ചാലോന്ന്. അപ്പോൾ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് മോളുണ്ട് വീട്ടിൽ, അവളാണ് എനിക്കിത് വായ വെച്ച് തന്നത്. അപ്പോൾ അതെ, നമുക്ക് സിമ്പിളായിട്ടൊരു ചാറ് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മാങ്ങയാണ് എടുത്തേക്കണത്, ചെമ്മീനും മാങ്ങയും കൂടെ. പിന്നെ അതിലോട്ടൊരു സവാള, ഒരു പച്ചമുളക് ഇട്ടു. അപ്പോൾ ഞാൻ മാങ്ങ അരിഞ്ഞപ്പോഴേ എനിക്കൊരിത്തിരി പഴുത്തതുപോലെ തോന്നി. അപ്പം ഞാൻ അത് കൊണ്ടിട്ട് പുളി കുറവാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇച്ചിരി കുടംപുളിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലോട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വെക്കാവേ. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ പൊട്ടിക്കാം ഗൈസ്. തേങ്ങ വേണമല്ലോ. അപ്പോൾ ഇത്തിരി പാടായിരുന്നു കേട്ടോ പൊട്ടാനായിട്ട്, എന്നാലും ഞാൻ പൊട്ടിച്ചു. പിന്നെ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ് ഈ തേങ്ങ ചിരണ്ടുക എന്നുള്ളത്. പക്ഷെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ചിരണ്ടിയല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്തിരി മുളക് പൊടി, പിന്നെ ഒരിച്ചിരി വെളുത്തുള്ളി പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ജീരകം ഇട്ട്, പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു കൺഫ്യൂഷൻ, ഇതിൽ ജീരകം ഇടുമല്ലോ അല്ലേ. പിന്നെ എന്തായാലും ഇട്ടതല്ലേ, അവിടെ കിടക്കട്ടെ. ഇനി എല്ലാം കൂടി കൂട്ടി അങ്ങോട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അരച്ചെടുത്തിട്ട് അപ്പോൾ നമ്മുടെ മാങ്ങയും ചെമ്മീനും കൂടി വെച്ചത് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരപ്പ് ഇതിലോട്ട് കൂട്ടാവേ. ഇനി അരപ്പ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, തിളക്കാൻ പാടില്ല. അപ്പോൾ ചൂടാക്കി കഴിയുമ്പോഴേക്കും മാറ്റാം. എന്നിട്ട് എന്താ, എല്ലാവരും ചെയ്യണ പോലെ ഒരു ചട്ടി വെക്കുക, ഇച്ചിരി കടുക് ഉള്ളിയും കൂടി പൊട്ടിക്കുക, എന്നിട്ട് ഇതിലോട്ട് ഇടുക. അപ്പോൾ വറ്റൽമുളക് വേണമെങ്കിൽ ഇടാം, പക്ഷേ വറ്റൽമുളക് ഇല്ലാഞ്ഞത് കൊണ്ട് വറ്റൽമുളക് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടോ. അപ്പോൾ അതും കൂടെ താളിച്ചിട്ട് ഇതിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാറ് റെഡി ഗൈസ്.